ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റൈൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ കേട്ടോ ഞാനിടുന്നത്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ എനിക്ക് ഓഫായതുകൊണ്ട് തന്നെ ഞാനാണ് രാവിലെ ആയിട്ട് പിള്ളേരെ റെഡിയാക്കി വിടുന്നത്. അപ്പോൾ വിൻ്റർ സീസണും കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് എന്തായാലും ഞാൻ താഴെ വന്ന് ആദ്യമേ നമ്മൾ ചായക്ക് വെള്ളമൊക്കെ വെച്ച് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ നമുക്കൊരു ഉന്മേഷം കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഡിഷ് വാഷിൽ നിന്ന് നമ്മുടെ സ്പൂണ് പാത്രങ്ങളെല്ലാം കഴുകിയതെല്ലാം എടുത്ത് വെച്ച് എല്ലാം അതെല്ലാം ഡിഷ് വാഷിൽ നിന്ന് എംപ്റ്റി ചെയ്ത് നമ്മൾ ഡ്രൈ ആയതെല്ലാം നമ്മുടെ ഓരോന്നും സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിക്കാം. നമുക്കൊന്ന് പിള്ളേരെയൊക്കെ ആ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ എണീറ്റ് വരുന്ന സമയം കൊണ്ട് ചായയും കൂടെ റെഡിയാക്കി നമുക്കും ഒരു ഉന്മേഷം വേണമല്ലോ, ഒരു എനർജി ആകാൻ വേണ്ടി ഞാൻ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പിള്ളേരുടെ വാട്ടർ ബോട്ടിൽ ബാഗൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ചായ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ തന്നെ ചായയും ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? രാവിലെ എണീറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ നല്ലൊരു ചായയും ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുമോ? അപ്പോൾ ഞാൻ അങ്ങനെയായിട്ട് എനിക്ക് ആദ്യമേ വരുമ്പോൾ കാരണം നമ്മൾ രാത്രി കഴിച്ചിട്ട് കിടന്നാലും പിന്നെ നമ്മുടെ വയറൊക്കെ എംപ്റ്റി ആവുമല്ലോ. അത്രയും സമയം ലോങ് ആയിട്ട് ഉറങ്ങിയിട്ടേക്കുന്നില്ലേ. അപ്പം നല്ല വിശപ്പ് എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണെങ്കിലും എണീറ്റ് കഴിയുമ്പോഴേ നല്ലൊരു ചായ കുടിക്കും. ബിസ്ക്കറ്റോ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു എനർജി ആവും. അപ്പോൾ പിള്ളേരെല്ലാം എണീറ്റ് അവരെയും കൊണ്ട് ഞാൻ പിന്നെ അവരെല്ലാം റെഡിയാക്കിയതിന് ശേഷം സ്കൂളിൽ പോകണം കേട്ടോ. പോയിട്ട് അവരെ വിട്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഇത് സണ്ണ് കാണാൻ നല്ല ഭംഗിയല്ലേ. നല്ലൊരു ഇളം വെയിൽ പോലത്തെ വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് റൗണ്ട് അടിച്ച് നമ്മുടെ ചെറിയൊരു വാമപ്പിന് വേണ്ടി എക്സസൈസൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു കാലാവസ്ഥ കൊണ്ട് നമുക്ക് ഭയങ്കര എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ചിലപ്പോൾ തോന്നുമല്ലേ. പിന്നെ അന്ന് വേസ്റ്റ് വരുന്ന ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ UK ഉള്ളവർക്കറിയാം, വീക്കിലിയാണ് വേസ്റ്റ് വന്ന് കൊണ്ടുപോകണേ. അപ്പം ഒരു വീക്ക് ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമ്മുടെ മറ്റേ കാർഡ്ബോർഡ് അങ്ങനെയൊക്കെയുള്ള വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്ന ദിവസമായിരിക്കും. പേപ്പറൊക്കെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ദിവസമായിരിക്കും. അപ്പോൾ നമ്മളത് നോക്കി വേണം വേസ്റ്റ് ബോക്സ് വെക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡിൻ്റെ ഇപ്പം ഫിഷിൻ്റെ ആണെങ്കിലും ചിക്കൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന ദിവസം ആകുമ്പോഴത്തേനും നമ്മളത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇതിനകത്ത് ഇടുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നേരത്തെ ഇട്ട്, കാരണം ആഴ്ചയിൽ ഓൾട്ടർനേറ്റ് വീക്സ് അല്ലേ നമ്മുടെ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അപ്പോഴത്തേനും അതെല്ലാം ചീഞ്ഞ് ഭയങ്കര സ്മെല്ലും പുഴുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പല ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം വെച്ച് നമ്മുടെ ബാക്കിൽ കൂടെയാണ് നമ്മുടെ വേസ്റ്റ് കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലം. അപ്പം അത് കൊണ്ടുവച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ റോസയിലൊരു പൂവിട്ട് നിൽക്കും, നല്ല റെഡ് റോസ്. ഭയങ്കര ഇഷ്ടം തോന്നി. അത് ഞാൻ വേറെ റോസയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ആ റോസപ്പൂ നിൽക്കുന്ന കണ്ടപ്പോൾ, ഇപ്പം വിൻ്ററിൽ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ നമ്മുടെ ചീനി, ടൊമാറ്റോ അതെല്ലാം പോയി കേട്ടോ. ഇപ്പം വിൻ്റർ സീസൺ ആയപ്പോൾ അതെല്ലാം പൊഴിഞ്ഞും കേടായി തുടങ്ങി, അതെല്ലാം പോയി. ഇപ്പം പിള്ളേർ വിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഓർത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് അവർക്കൊരു കേക്ക് റെഡിയാക്കാൻ നോക്കുള്ളൂ. അതിൻ്റെ തയ്യാറെടുപ്പിലാകാം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല, കാരണം പകുതി ഭാഗം ഇതിനകത്ത് റെക്കോർഡായില്ല. എന്നാ ഫോണ് ഫുള്ളായി പോയതുകൊണ്ട് അതിനകത്ത് പല ഭാഗങ്ങളും റെക്കോർഡായില്ല. അപ്പോൾ പിന്നെ ഞാനിത് പറഞ്ഞു പോകാം. ഞാൻ 4 എഗ്ഗ് എടുത്ത് ബീറ്റ് ചെയ്തു. ആ കൂട്ടത്തിൽ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് എടുത്തു. പിന്നെ വാനില എസൻസ് ഇട്ടു. പിന്നെ കുറച്ച് അരക്കപ്പ് ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്ത് നന്നായിട്ട്. അതിനുശേഷം ബേക്ക് ചെയ്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ട് അഴിച്ചതിന് ശേഷം ഞാൻ സ്ട്രോബെറി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നിറങ്ങി. അപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ പകലായതുകൊണ്ട് ലൈറ്റ് ഇട്ടേക്കുന്നെങ്കിലും നമുക്കത് കാണാൻ പറ്റുന്നില്ല. എങ്കിലും എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഭയങ്കര ഒരുക്കങ്ങൾ. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയുള്ള കുറേ ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെയാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും ഈ ഹൗസൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ. അങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നത് കാരണം ഇപ്പോൾ വീഡിയോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് സമയം, നമ്മൾ ഓടി വന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. നോക്കി നിന്ന് മേടിച്ച് ഒരുപാട് സമയം എടുക്കാനുള്ള പറ്റത്തില്ല. അപ്പം ഞങ്ങളവിടുന്ന് പിന്നെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് കുറച്ച് മട്ടനൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ, സൂപ്പ് വെക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്ന് സൂപ്പ് വെച്ച സമയത്തൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഐസ് പിടിച്ച് അതിൻ്റെ നെയ്യെല്ലാം നല്ല ഐസായിട്ട് തണുപ്പായതുകൊണ്ട്
നെയ്യെല്ലാം ഐസായി. പിന്നെ ഞാനത് ചൂടാക്കിയിട്ട് ഇത് എടുത്തതാണ്. ഇത് അതിലൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ ബണ്ണ് കൂട്ടി കഴിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ തണുപ്പായപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ചൂടാകാനും നല്ല ഹെൽത്തി അല്ലേ മട്ടൺ സൂപ്പ് കുടിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി വിൻ്റർ സീസണിൽ നമ്മൾ സാധാരണ എപ്പോഴും മേടിച്ച് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് മട്ടൺ സൂപ്പ്. അപ്പം ഹസ്ബൻഡ് ഇതെല്ലാം വെച്ച് തന്നു. സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന ഹസ്ബൻഡായിട്ടോ ഉണ്ടാക്കി തന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റിന് ശേഷം ഞാൻ വൈകിട്ട് ആണിത് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ കാണിച്ച ഐസായിട്ട്. പിന്നെ ഞാൻ ചൂടാക്കിയിട്ട് നല്ല ചൂടോടെ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിലോട്ട് ഹസ്ബൻഡ് ഏതൊക്കെയാലും ഞങ്ങൾക്ക് രണ്ടും ഓഫായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഹസ്ബൻഡ് ഏതൊക്കെയാലും പിന്നെ ഫുഡ് ഡിന്നർ സെറ്റാക്കി. നമ്മുടെ റൈസ് ഓവന് വെച്ച് വേവിച്ചതും പിന്നെ ചിക്കന് കേട്ടോ. അപ്പം മന്തി സ്റ്റൈലിലായിട്ട് കഴിക്കാൻ വേണ്ടി മൂത്ത മോൻ പറഞ്ഞതാണ് മയോനൈസ് കൂടി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ശരിയായിരുന്നു. അപ്പം റൈസും ചിക്കൻ ഗ്രില്ല് ചെയ്തതും മയോനൈസും പിന്നെ കുക്കുംബറും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് നമ്മുടെ പ്രെയറെല്ലാം എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരുടെ കൂടി ഇരുന്ന് സിനിമയൊക്കെ കണ്ട് അങ്ങനെ സാധാരണ ദിവസങ്ങളിൽ എല്ലാവരുടെ കൂടിയിട്ട് പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചായിരുന്നു. അപ്പം അതും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കൂടെ ജസ്റ്റ് കാണിക്കാം. പിന്നെ എല്ലാം ഇതെന്ന് പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു. പിന്നെ കുറച്ച് സ്റ്റാറിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം.